നമ്മളെ ശരീരത്തെ ഒരു കാറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാറിന്റെ പല അവയവങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് മാത്രം വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളുടെ ഈ എഞ്ചിൻ ഓയിലും ലൂബ്രിക്കൻസും ഇതെല്ലാം മാറ്റുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ ഒരേ സാധനങ്ങളും ശുദ്ധിയാക്കേണ്ട അവസ്ഥയുള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളുടെ എഞ്ചിനാണ് വയറെന്ന് പറയാം. ഒന്നും ശിവായ, ഒന്നും ശിവായ. ഒന്നും ശിവായ. ഇന്ന് ഞാൻ കർക്കിടമാസ വിശേഷങ്ങളും കർക്കിടകഞ്ഞിയെക്കുറിച്ചും അതിൽ തന്നെ ശ്രീ മഹാരാജ് നിർമ്മലാനന്ദഗിരി അദ്ദേഹത്തിൻ്റെ വാത്സല്യ ശിഷ്യനായിരുന്ന ശ്രീ ഉണ്ണിസ്വാമിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പൂർവാശ്രമത്തിലും ഈ ആശ്രമത്തിലും ഒരേ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഉണ്ണിയാണ് നമ്മുടെ സ്വാമിജി. നമസ്തേ സ്വാമിജി. നമസ്തേ. കർക്കിടകത്തിനെ കുറിച്ച് പറയുമ്പോൾ കഞ്ഞിയിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഉത്തരായണോ ദക്ഷിണായനോ കുറെ ശാസ്ത്രീയമായ വശങ്ങളുണ്ടെന്ന് തോന്നുന്നതിനിടയിൽ അല്ലേ? അതെ. അത് മാത്രമല്ല, ഇദ്ദേഹം ഏകദേശം ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഈ കൊള്ളിമലയിൽ നിന്ന് പോലെയുള്ള കുറെ മൂലികകളും പിന്നെ നിങ്ങളുടെ സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന അരി തൊട്ട് ഉപ്പുപോലെ കർപ്പൂരം എന്ന് പറയുന്നതൊക്കെ എല്ലാ സാധനങ്ങൾക്കും നിഷ്കർഷ പാലിക്കുകയും പിന്നെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ അപരാജിത ചൂർണം അന്തരീക്ഷ ശുദ്ധിക്കും കൂടെ വേണ്ടി ചേർക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ അബദ്ധത്തിൽ പലരും ഇതെടുത്ത് കഞ്ഞിയിലിട്ടിട്ട് കഞ്ഞി മോശമെന്ന് പറഞ്ഞ അവസ്ഥകൾ പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എന്താണ് ഈ ഋതുസന്ധ്യ അല്ലെങ്കിൽ എന്താണ് കർക്കിടക എന്നുള്ളതിനെ കുറിച്ച്, കർക്കിടകത്തിൽ മാത്രമേ ഇത് കഴിക്കാവോ അതോ മറ്റു മാസങ്ങളിൽ ഇത് കഴിക്കാവോ എന്നൊക്കെ ഉള്ളതിന്റെ ഒരു പൂർണ്ണ വിവരം ജനങ്ങൾക്ക് കൊടുത്താൽ നന്നായിരിക്കും. നമസ്തേ. കർക്കിടകം എന്ന് പറയുമ്പോൾ ശരിക്കും ഉത്തരായനം ദക്ഷിണായനത്തിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു സമയമാണ്. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് പണ്ട് തുടങ്ങി അറിയാം, കർക്കിടകത്തില് മഴ കൊണ്ട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അന്ന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ടിരുന്ന ഒരു കാലമാണ്, ഇന്നത്തെ കാലമല്ല. പണ്ട് ആ സമയത്ത് നമ്മളുടെ ഒരു കൊല്ലത്തെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കർക്കിടകം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ മാറിയ പ്രവണതയിൽ നമ്മൾക്ക് കർക്കിടകത്തിന്റെ മാത്രമായിട്ട് നമുക്ക് കഴിക്കേണ്ടതല്ല കർക്കിടക കഞ്ഞി എന്ന് പറയാവുന്നതാണ് വേറെ ഒരു ഉത്തമമായ മാർഗം. പക്ഷെ എന്നിരുന്നാലും കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം പ്രകൃതി പോലും ഇതിന് അനുകൂലമായതുകൊണ്ടാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടീഷൻ, അതായത് തണുപ്പായിട്ടും ചൂടായിട്ടും മാറി മാറി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. കാലത്ത് പകല് ചിലപ്പോൾ ഫുള്ളായിട്ട് മഴയായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്ക് നമ്മളുടെ ആരോഗ്യ സംരക്ഷണം, അതായത് അടുത്ത ഒരു വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. നമുക്ക് കർക്കിടക കഞ്ഞി മാത്രമല്ല ഉണ്ടായിരുന്നത്, പണ്ട് മാംസം കൊണ്ടുള്ള ലേഹ്യങ്ങളും ഈ സമയത്ത് ഇടിയിറച്ചി പോലെയുള്ള സാധനങ്ങളും ഒക്കെ ഒരു കാലത്ത്, അതായത് നമ്മളുടെ കേരള ദേശത്ത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ കർക്കിടകത്തിന് വേണ്ടിയിട്ടുള്ള പോഷണങ്ങൾ ശരീരത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാധാരണ ആയുർവേദം എന്ന് പറയുമ്പോൾ പച്ചക്കറി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. പക്ഷെ അതിന്റെ കോൺട്രവേഴ്ഷ്യലായിട്ട് പറയുന്ന കണക്ക് ഇടിയിറച്ചി അല്ലെങ്കിൽ അജമാംസ രസായനം അല്ലെങ്കിൽ പോത്തിൻ ദ്രാവകം ഇതൊക്കെ കേരളത്തിന്റെ മാത്രം ഒരു കാലാവസ്ഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണോ? അല്ല. അതായത് മാംസ സംബന്ധമായ പല മരുന്നുകളും നമ്മൾ ആയുർവേദത്തിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഈ രസായനങ്ങളിൽ പെടുന്നതാണ്. പലതും രസായനങ്ങളിൽ പെടുന്നതാണ്. ഇപ്പൊ നമ്മൾ അങ്ങ് പറഞ്ഞ പോത്തിൻ ദ്രാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർത്രൈറ്റിസിനൊക്കെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആയുർവേദ മരുന്നിനകത്ത് ഇന്നത്തെ ഭാഷയിൽ പറയുന്ന നോൺ വെജിറ്റേറിയൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള മരുന്നുകളും ഉണ്ട്. കൊലാജൻ പോലുള്ള ആധുനിക ശാസ്ത്രം കണ്ടെത്തിയേക്കുന്ന മുട്ടുതേയ്മാനത്തിനും നടുവേദനയ്ക്കും ഈ ശരീരങ്ങളുടെ അകലത്തിനൊക്കെ ഉള്ള ആ സാധനം പോലെ ഈ ആട്ടിൻ ബ്രാത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആട്ടിൻ ബ്രാത്തിലൊക്കെ ഉണ്ട്. ബ്രാത്തില് കൂടുതലും നമ്മൾ വരുമ്പോൾ പ്രസവരക്ഷയോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് ബ്രാത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതേമാതിരി തന്നെ ശരീരം ശോഷിച്ചവർക്കും അത് ഉപയോഗിക്കാനുള്ള ഇതുണ്ട്. ഈ ഇതിന് കർക്കിടക കഞ്ഞിയുടെ പ്രത്യേകത ഒന്നുകൂടെ പറയാവോ? കർക്കിടക കഞ്ഞി, അതായത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗുരുക്കന്മാരായ ശിവാനന്ദ സ്വാമികളുണ്ട്, നിർമ്മലാനന്ദഗിരി സ്വാമികളുണ്ട്, പിന്നെ ത്യാഗാനന്ദ സ്വാമികളുണ്ട്. ഇവരെല്ലാവരുടെയും ഒരു സമ്പൂർണമായിട്ട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 91 തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണിത്. അന്ന് തുടങ്ങി നമ്മൾ ഈ സാധനം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇതില് മോഡിഫിക്കേഷൻ വരുത്തി ഏതാണ്ട് 62 പരം മരുന്നുകൾ ചേർന്ന ഒരു ചേരുവയാണ് ഈ കർക്കിടക കഞ്ഞിക്കുള്ളത്. ഇതിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമുക്ക് വളരെ സത്യസന്ധമായിട്ട് പറയാവുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതല്ല. അതായത് കർക്കിടകം തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് മാത്രം. കാര്യം ഇതിന്റെ സാധനങ്ങളെല്ലാം 2 മാസം മുമ്പേ ഇതിന്റെ പ്രൊക്യൂർമെന്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അരി ഒഴിച്ച്. അരി കാര്യം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ ചെയ്യുന്നതും
പിന്നെ അത്യാവശ്യത്തിന് വേണ്ട നമുക്ക് കുറച്ച് എന്താ പറയാ അങ്ങാടി മരുന്നുകളുണ്ട്. ഈ മൂലികകൾ എന്ന് പറയുന്നത് അതാണോ? അതാണോ നിങ്ങൾ കൊള്ളിയമലയെന്നൊക്കെ കുറച്ച് മൂലികകൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു? അത് അതിനകത്ത് ചേർക്കുന്ന പച്ചമരുന്നുകളുടെ എണ്ണത്തിൽപ്പെട്ട സാധനങ്ങൾ. അതല്ലാണ്ടുള്ള ചില സാധനങ്ങൾ നമ്മൾ അങ്ങാടി മരുന്നുകളായിട്ടുള്ളതുണ്ട്. അങ്ങാടി മരുന്നുകളായിട്ടുള്ളത് നമ്മൾ അങ്ങാടി കടയിൽ നിന്നും വാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ചിലത് നമ്മൾ ഓൾറെഡി അതായത് ഇതിനകത്ത് ചേരുന്ന ഏലക്കായ, മല്ലി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതാണ്. അവരോട് തന്നെ സംസാരിച്ച് അവരുടെ നിന്ന് നേരിട്ട് എടുക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പൊ നമ്മൾ മുൻകൂട്ടി ഇതിന് എത്ര വരും എന്ന് കണക്കാക്കി നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ പരസ്യം വാങ്ങുന്ന പല പ്രശസ്തരും, അതായത് ശ്രീ മോഹൻലാൽ ഉൾപ്പെടെ നിങ്ങളുടെ ഈ ഔഷധക്കഞ്ഞി കഴിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 10 പൈസ വാങ്ങാതല്ലേ അദ്ദേഹം ഈ പരസ്യം നിങ്ങൾക്ക് ചെയ്തത്? അതാ അദ്ദേഹം നമ്മളുടെ ഒരു വളരെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം തന്നൊരു ഫോട്ടോ അങ്ങ് ഉപയോഗിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഞാൻ ഒരു കാരണവശാലും ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറുള്ള വ്യക്തിയല്ല. എനിക്കറിയാം, തയ്യാറുമല്ല. ആ ഒരു സ്വല്പ അഹങ്കാരം ഞാൻ കാര്യം ഈ ഒരു ഫോട്ടോ വന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 വർഷം മുമ്പ് അദ്ദേഹം തന്നൊരു ഫോട്ടോ തന്നെയാണത്. അത് അങ്ങെടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ അദ്ദേഹത്തോട് ആദ്യം ക്ഷമ ചോദിക്കേണ്ടി വരും. കാര്യം ഞാൻ അദ്ദേഹത്തോട് പോലും പറയാണ്ട് അങ്ങ് ചെയ്യുന്ന ഒരു ഞാൻ കേട്ടത്, നിങ്ങൾ ഈ കർക്കിടക മാസം തുടങ്ങുമ്പോ ലൈവ് പഞ്ചഗവ്യം വേറെ ആരും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, ദിവസവും ഉണ്ടാക്കുന്ന ഒരു അതല്ല. കർക്കിടകം തുടങ്ങി കഴിയുമ്പോൾ നമ്മള് 41 ദിവസത്തേക്കും അല്ലെങ്കിൽ അതായത് ഒരു 41 ഒരു മണ്ഡലം എന്നുള്ള കണക്കിന് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ സാധാരണ ചെയ്യാറുള്ളൂ. അത് ചുരുങ്ങിയത് 5 or 6 പേരുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ എപ്പോഴും ആള് കൂടി വരുന്നതായിട്ട് എന്റെ അറിവ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 20 പേരുണ്ടായിരുന്നു അല്ലേ? അല്ല, അതുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ അത് റെസ്ട്രിക്ട് ചെയ്തിട്ട് 7 ദിവസത്തേക്ക് ആക്കിയായിരുന്നു. 7 ദിവസത്തേക്ക് ആക്കിയായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉൽപാദനത്തിന്റെ അല്ല, നമ്മൾ ചേർക്കുന്നത് ഒരു പശുവിന്റെ തന്നെ കിട്ടേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മൾ 7 ദിവസത്തേക്കാക്കി ഇത് ചെയ്തു. പിന്നെ ഒരു സംശയം, ഇത് കർക്കിടകത്തിൽ മാത്രമേ ഈ കഞ്ഞി കുടിക്കാൻ പാടുള്ളൂ അതോ എങ്ങനെയാണ് എന്റെ? അതായത് നമ്മൾ ഈ കർക്കിടകത്തിൽ ഈ സാധനം കഴിക്കണമെന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഊഷ്മാവ് ഭയങ്കരമായിട്ട് താന്നു പോകുന്ന സമയമാണ് കർക്കിടകം എന്ന് പറയുന്ന സമയം. അപ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ ചൂട് നിലനിർത്തുക, അതേമാതിരി തന്നെ നമ്മുടെ ഡൈജഷനും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഒരു ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നമ്മളൊരു കറക്റ്റ് ചെയ്യുക, ആമത്തെ നന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തണുപ്പ് കൂടുതലാവുമ്പോഴൊക്കെ നമ്മുടെ ശരീരം വർക്കിങ്ങിനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാ സാധനങ്ങളും മാറ്റാനും ശരീരത്തിന്റെ ഊഷ്മാവും ബാക്കിയുള്ള സാധനങ്ങളും നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കഞ്ഞിക്കൂട്ടാണ്. ആമം എന്ന് പറയുമ്പോൾ ആമവാദം അല്ലെങ്കിൽ ആസിഡിറ്റി, അമ്ലം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അതിനെ ന്യൂട്രലൈസ് ചെയ്ത് ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുമെന്നുള്ളതാണോ? നമ്മൾ പചിക്കാണ്ട് കിടക്കുന്ന എന്തിനേയും ആമം എന്ന് പറയാം. ദഹനവ്യവസ്ഥയെ തകർക്കുന്ന എന്തിനേ ആമം എന്ന് പറയാം. അപ്പൊ അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതായത് ശരിക്കും നമ്മളുടെ ശാസ്ത്രം ശരിക്കും പറയുന്നത് വൈദ്യം തുടങ്ങേണ്ടത് അതായത് നമ്മളുടെ ഔഷധം എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് അത് വരുന്നത്. കാര്യം വൈദ്യം തുടങ്ങുന്നത് ശരിക്കും വയറ് ശുദ്ധിയായാൽ മാത്രമാണ് നമ്മൾ എന്ത് സാധനം ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മളുടെ ശരീരത്തിന്റെ ഫർണസ് എന്ന് പറയാവുന്ന ഭാഗമാണ് വയറ്. പറയുന്നത് അതുകൊണ്ടായിരിക്കും. അതെ അതെ, ആ ഫർണസ് അതായത് നമുക്കറിയാലോ, നമ്മളിപ്പോ അതായത് ഞാൻ ഒരു ചെറിയൊരു നാടൻ ഭാഷയിൽ ഞാൻ പറയുന്നതാണ് ഇത്. കാര്യം ഞാൻ വളരെ ടെക്നിക്കൽ ടൈം ഒന്നും ഉപയോഗിക്കാണ്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. കാര്യം നമ്മളെ ശരീരത്തെ ഒരു കാറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാറിന്റെ പല അവയവങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് മാത്രം വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളുടെ ഈ എഞ്ചിൻ ഓയിലും ലൂബ്രിക്കൻസും ഇതെല്ലാം മാറ്റുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ ഒരേ സാധനങ്ങളും ശുദ്ധിയാക്കേണ്ട അവസ്ഥയുള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളുടെ എഞ്ചിനാണ് വയറെന്ന് പറയാം. പുറത്തോട്ട് പോകുന്ന കുഴലായിട്ട് നമുക്ക് 3-4 ഭാഗങ്ങളുണ്ടെന്ന് പറയാം. കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ഒന്ന് വയറിളക്കി ഡീറ്റോക്സിഫൈ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ അല്ലേ? നോർമലി നമ്മളുടെ ഈ മരുന്നിനകത്ത് തന്നെ നമുക്ക് അതിനുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ആവശ്യമില്ല. കാര്യം 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അതിന്റെ ഫലം ഉണ്ടാവും. പക്ഷെ ഇത് 5 ദിവസം മാത്രം കഴിക്കുക എന്നുള്ളതല്ല, വേണമെങ്കിൽ ഈ 31 ദിവസവും കർക്കിടകം 31 ദിവസം ഇത് കഴിക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, കഴിക്കേണ്ട സമയത്ത് മഴയോ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് വേണം കഴിക്കാൻ. അപ്പൊ തണുപ്പുള്ള ഏത് കാലാവസ്ഥയിലും ഇത് ഔഷധമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഓരോ പാക്കറ്റിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മളുടെ കഞ്ഞി കിറ്റിനകത്ത് ശരിക്കും പറഞ്ഞാൽ 5 ദിവസത്തെ കൂട്ടാനുള്ളത് ഒരേ പാക്കറ്റ് ഉണ്ട്.
ഒരേ പാക്കറ്റിനകത്ത് അതാത് ദിവസത്തേക്ക് വേണ്ട എല്ലാ സാധനവും, അതായത് 100 ഗ്രാം അരിയുണ്ട്, ഞവരരിയുണ്ട്, പിന്നെ ഉലുവ, ആശാളി, പൊടിമരുന്ന്, മേമ്പൊടി, ഇത്ര സാധനം. പൊടിമരുന്ന് നമ്മളുടെ ഒരു ഇതാണ്, അതിന്റെ കൂട്ട് നമ്മളുടെ തന്നെ ഒരു സംഭവമാണ്, കൂട്ടാണ്. പിന്നെ മേമ്പൊടി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ ഇത് പാചകം ചെയ്യേണ്ട വിധം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാലും ഒന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് നന്നായിരിക്കും. ആദ്യം അരി കഴുകിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മീഡിയം ആണെന്ന് വെക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിൽ വെക്കാം. അപ്പൊ അത് കണക്കാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് ആശാളിയും ഉലുവയും പൊടിമരുന്നും ചേർത്ത് വെള്ളം ഒന്ന് ആദ്യം ചൂടാക്കിയിട്ട് ഇത് ഇടുന്നതാണോ നല്ലത്? അതോ അല്ല, കുക്കറിലാണ് വെക്കണെന്നുണ്ടെങ്കിൽ അത് ബാധകമല്ല, ഒരുമിച്ച് ചെയ്യാം. കുക്കറിലാണ് വെക്കണെന്നുണ്ടെങ്കിൽ അപ്പോ ഈ സാധനം ചെയ്തിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം, വിസിലടിച്ച് വെന്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ ചിരവിയത് അരച്ചിടാം, അല്ലെങ്കിൽ തേങ്ങാപ്പാല് ചേർക്കാം. അത് നിങ്ങളുടെ യുക്തി. അത് കൂടാണ്ട് നെയ്യില്, ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്ന സാധനങ്ങളാണ്. അല്ല, മേമ്പൊടി ഇടണം. അപ്പൊ അതിനു മുമ്പ് നെയ്യിൽ വറുത്ത ഉള്ളിയും സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ട് അതും ചേർക്കാം. ഇത് ചേർത്തിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കുമല്ലോ. ചൂടാക്കുന്ന സമയത്ത് നമ്മളുടെ മേമ്പൊടി ഇട്ടിട്ട് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കഞ്ഞി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 100 ഗ്രാമിന്റെ എടുത്താൽ എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? നോർമലി 3 പേർക്ക് കഴിക്കാം. ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. അപ്പൊ ഒരു ഫാമിലി കിറ്റ് ആണ്, ഫാമിലി കിറ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരമായിട്ട് ഇതിന് രാത്രിത്തെ ആഹാരമായിട്ട് തന്നെയാണ്. അതായത് നമ്മളൊരു 7 മണിക്കുള്ളിൽ കഴിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ സാധനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വളരെ നല്ലതാണ്. പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് നമ്മൾ അപരാജിത ചൂർണം എന്ന് പറഞ്ഞൊരു ചൂർണം വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മളുടെ അന്തരീക്ഷത്തിൽ, അതായത് വൈറസ് ബാക്ടീരിയകളൊക്കെ നിറഞ്ഞിരിക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ടും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടും ഈ ഒരു സാധനം നമുക്ക് പുകച്ചാൽ, വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒന്ന് പുകച്ചു കഴിഞ്ഞാൽ വീട് ഒരു രോഗാണുമുക്തമാവുകയും ആവാനുള്ള കൊറോണ സമയത്ത് എനിക്ക് തോന്നുന്നു സർക്കാർ പോലും ഈ അപരാജിത ചൂർണത്തിന്റെ ധൂമം വീടുകളിൽ വെക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഫ്രീ ആയിട്ട്. അതെ. അപ്പൊ അതും കൂടെ നിങ്ങൾ ഇതിനകത്ത് മുൻകരുതലായിട്ട് വെച്ചു? അത് നമ്മൾ നേരത്തെ തുടങ്ങി ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ അന്നത്തെ ഇതും കണ്ടിട്ടല്ല, പണ്ട് തുടങ്ങി ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇത്രയും അറിവുകൾ സാധാരണ ജനങ്ങളിലേക്ക് പകർന്നതിൽ വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു അറിവോടുകൂടി നമുക്ക് ഇനിയും കാണാം. നന്ദി. നമസ്കാരം.